പല സിനിമകളിലും അഭിനയിക്കുന്നതിനു വേണ്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. നടി പാർവതി തിരുവോത്തിൻ്റെ തുറന്നുപറച്ചിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. 2006 റിലീസ് ചെയ്ത ഔട്ട് ഓഫ് സിലബസ് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് പാർവതി അഭിനയ രംഗത്ത് എത്തുന്നത്. എന്നാൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് പാർവതി മലയാള മനസ്സുകളിൽ ചേക്കേറിയത്. മോഹൻലാലിനൊപ്പം ഫ്ലാഷ്, ദിലീപിനൊപ്പം വിനോദയാത്ര, തമിഴിൽ ധനുഷിനൊപ്പം മരിയാൻ തുടങ്ങിയവയാണ് തുടർന്നു വന്ന സിനിമകൾ. പിന്നീട് എന്നു നിൻ്റെ മൊയ്തീൻ, ചാർലി, ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയ ജനപ്രിയ ബോക്സ് ഓഫീസ് സിനിമകളിൽ നായികയായി. 2015 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പാർവതിക്ക് ലഭിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ രൂപീകൃതമായ WCC എന്ന പെൺകൂട്ടായ്മയിൽ നേതൃനിരയിൽ പാർവതി ഉണ്ടായിരുന്നു. WCCയുടെ ഇടപെടൽ കൊണ്ടാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. 4 വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതോടെ സിനിമാ രംഗത്തെ പല പ്രമുഖർക്കുമെതിരെ പീഡന പരാതികളാണ് നിരവധി സ്ത്രീകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാർവതി ന്യൂസ് 18 ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ആദ്യകാലങ്ങളിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതെന്നും താരം വ്യക്തമാക്കി. ഇപ്പോൾ താൻ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയെന്നും എന്തും തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കിപ്പോൾ ഉണ്ടെന്നും പാർവതി പറഞ്ഞു. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.